മഞ്ചേരി ജനറൽ ആശുപത്രിക്ക് വേണ്ടി ഒപ്പുശേഖരണം നടത്തി. മഞ്ചേരി ജനറൽ ആശുപത്രി സംരക്ഷിക്കുക, ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും രണ്ടായി നിലനിർത്തുക, ഡോക്ടർമാരെയും ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മഞ്ചേരി ടൗൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുജന ബോധവൽക്കരണവും ഒപ്പുശേഖരണവും നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിക്കൊപ്പം തന്നെ ജനറൽ ആശുപത്രിയും നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഒരു ഒപ്പുശേഖരണമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ജനറൽ ആശുപത്രി നിലനിർത്തുക എന്ന് പറയുമ്പോൾ മഞ്ചേരിയിൽ ഈ ആശുപത്രി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുന്ന ആയിരക്കണക്കായ ആളുകളാണ് ദിനംതോറും ഇവിടെ വന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മഞ്ചേരി നിലവിലുള്ള ജനറൽ ആശുപത്രി ഒപ്പം തന്നെ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് മഞ്ചേരിക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. ആ മെഡിക്കൽ കോളേജ് അനുവദിക്കുമ്പോൾ തന്നെ ജനറൽ ആശുപത്രിയുടെ എല്ലാ സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ഒരിക്കലും ജനറൽ ആശുപത്രി മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജ് നിലനിർത്തുക എന്ന സംവിധാനം അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ജനറൽ ആശുപത്രി കൂടി നിലനിർത്തണമെന്നാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആഗ്രഹിച്ചതും അതനുസരിച്ച് മുന്നോട്ട് പോയത്. പക്ഷേ ഇന്ന് ആ ജനറൽ ആശുപത്രിയുടെ ബാലാരിസ്റ്റ് മാറുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ കോളേജിന്റെ ബാലാരിസ്റ്റ് മാറുന്നതിന് മുൻപ് തന്നെ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരെയും മാറ്റിക്കൊണ്ട് ജനറൽ ആശുപത്രിയിലെ മുഴുവൻ ആളുകളെയും മാറ്റിക്കൊണ്ട് ചികിത്സാ സൗകര്യങ്ങൾ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കില്ല എന്ന് മാത്രമല്ല, ജനറൽ ആശുപത്രി ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതിനെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള നാട്ടിലെ ഈ മെഡിക്കൽ കോളേജിന്റെ ഈ ജനറൽ ആശുപത്രി സേവനം ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ ആളുകളും ഇതുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായിക്കൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഒപ്പുശേഖരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നിവേദനങ്ങൾ നൽകിയതിനു ശേഷം ആവശ്യമായ സമരപരിപാടികൾ ക്രമീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും അതിനുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അസീസ് ചീരാൻതൊടി മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി സംരക്ഷണ സമിതി, MAPKO തുടങ്ങിയ കൂട്ടായ്മകളുടെ പ്രതിനിധികൾ പിന്തുണ അറിയിച്ചു സംസാരിച്ചു. മഞ്ചേരി ജനറൽ ആശുപത്രി സംരക്ഷണ സമിതി എന്ന പേരിൽ ഔദ്യോഗിക സംഘടന രജിസ്റ്റർ ചെയ്ത സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജനറൽ ആശുപത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് സംഘടന ഇവിടെ മുന്നിട്ടിറങ്ങിയാലും അതിന് പൂർണ്ണ പിന്തുണ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യം തന്നെയാണ്. ജനറൽ ആശുപത്രി ഇല്ലാതിരുന്നാൽ എന്ത്, മെഡിക്കൽ കോളേജ് ഈ ഒരു മെഡിക്കൽ കോളേജായി സ്ഥിതി ചെയ്താൽ എന്ത് എന്നുള്ള ഒരു വിവരം ജനങ്ങൾക്കില്ല. ജനങ്ങൾക്ക് ആകെയുള്ള ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ ജനറൽ ആശുപത്രി പോയാൽ എന്താ വലിയൊരു മെഡിക്കൽ കോളേജ് കിട്ടിയില്ലേ, ഈ ഒരു ധാരണയിലാണ് ഇന്നും ജനങ്ങൾ നിൽക്കുന്നത്. ആ ധാരണയ്ക്ക് അതിന്റെ സത്യാവസ്ഥ ജനറൽ ആശുപത്രി പോയാൽ എന്താണ് നമുക്ക് സംഭവിക്കുക, മെഡിക്കൽ കോളേജ് എല്ലാ കുറ്റമറ്റ രീതിയിലാകുന്നത് വരെ മഞ്ചേരിക്കാർ ചികിത്സയ്ക്ക് അവിടെ പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബോധവൽക്കരണം കൂടി ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് വളരെ സന്തോഷം. ഈ ഒരു ബോധവൽക്കരണ ഒപ്പുശേഖരണ പരിപാടിക്ക് ജനറൽ ആശുപത്രി സംരക്ഷണ സമിതിയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് വളരെ കാലങ്ങളായി മഞ്ചേരിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് മഞ്ചേരി ജനറൽ ആശുപത്രി വിഷയം. മഞ്ചേരി മെഡിക്കൽ കോളേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി ജനറൽ ആശുപത്രി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഡോക്ടർമാരെ ഓരോരുത്തരായിട്ട് പല ഭാഗങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മന്ത്രി പോലും പറയുന്നത് ഇവിടെ നിന്ന് ജനറൽ ആശുപത്രി പോകുന്നില്ല എന്ന്. പക്ഷേ ജനങ്ങളെല്ലാം ഇവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ടുന്ന ചികിത്സ കിട്ടുന്നില്ല. ഏതൊരു പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാലും മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മഞ്ചേരി ജനറൽ ആശുപത്രി നിർബന്ധമായും മഞ്ചേരി നിലനിർത്തണമെന്ന് ബന്ധപ്പെട്ടവരോട് അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹംസ പുല്ലഞ്ചേരി, ഫജറുൽ ഹക്ക്, ആഷിഖ്, ഷിബിൻ മുഹമ്മദ്, ഹനീഫ, രോഹിത്, നിതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറം ലൈവ് വോയിസ്, മഞ്ചേരി.